കഴിഞ്ഞ റമദാൻ അവസാനം മുതൽ വിവിധ റിക്രൂട്ട്മെന്റ് കമ്പനി വഴി ഇന്ത്യയിലേക്ക് 2,20,000 വിസയാണ് തൊഴിൽ മന്ത്രാലയം അനുവദിച്ചത്. ഇതിൽ 44,000 വീട്ടുജോലിക്കാർക്കുള്ള വിസയാണ്. ഇന്ത്യ സൗദി ഗാർഹിക തൊഴിൽ കരാർ പ്രകാരമുള്ള വിസ അനുവദിച്ചു തുടങ്ങി ഒരു മാസത്തിനുള്ളിലാണ് ഇത്രയും വീട്ടുജോലിക്കാർക്കുള്ള വിസ അനുവദിച്ചത്. സൗദിയിൽ പുതുതായി ആരംഭിക്കുന്ന ഭീമൻ പദ്ധതികളിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ അവസരം ലഭിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. നീത്താക്കാത്ത ഇളവ് കാലത്ത് രേഖകൾ ശരിപ്പെടുത്തുന്നതിലും നിയമവിധേയമാക്കുന്നതിലും എംബസിയും ഇന്ത്യൻ സമൂഹവും കാണിച്ച ജാഗ്രത ഇതിന് കാരണമായിട്ടുണ്ട്. സൗദിയിൽ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ വിദേശ സമൂഹവും ഇന്ത്യക്കാരാണ്. നിലവിൽ 25 ലക്ഷം ഇന്ത്യക്കാരാണ് സൗദിയിൽ ജോലി ചെയ്യുന്നത്. പ്രവൃത്തി ആരംഭിച്ച റിയാദ് മെട്രോ, ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന ജിദ്ദ, മദീന, ദമാം മെട്രോ അടക്കമുള്ള വൻകിട പദ്ധതികൾ നിരവധി അവസരങ്ങൾ ഇന്ത്യൻ തൊഴിലാളികൾക്ക് ലഭിക്കും. അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് നടപടിക്രമങ്ങൾ വൈകുന്നത് കാരണമാണ് ഗാർഹിക ജീവനക്കാരുടെ വരവ് താമസിക്കുന്നതെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം വിദേശകാര്യ ചുമതലയുള്ള അണ്ടർ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് അൽ ഫുഹൈദ് പറഞ്ഞു. വൈദ്യപരിശോധന, വിസ സ്റ്റാമ്പിംഗ്, പരിശീലന കോഴ്സ് തുടങ്ങി നിരവധി പ്രക്രിയകൾക്ക് ശേഷമാണ് ജോലിക്കാർ എത്തുന്നത്. ആവശ്യമനുസരിച്ച് വീട്ടുജോലിക്കാരെ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. 2.5 ലക്ഷത്തോളം പുതിയ വീട്ടുജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുമെന്നാണ് വിവരം. റബീഹ് മുഹമ്മദ്, മീഡിയ 1, ജിദ്ദ.